എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു ലഞ്ച് റെസിപ്പിയാണ്. നോൺ വെജ് രുചിയിൽ നല്ലൊരു വെജിറ്റേറിയൻ ഊണ്. അതിനായിട്ട് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് സോയാ ചങ്ക്സ് തേങ്ങക്കൊത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട് ആ കറിക്ക്. പിന്നെ കോവയ്ക്ക കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന കറിയാണ്. നല്ലൊരു മീൻ കറിയുടെ ടേസ്റ്റ് തോന്നും ഈ കറിക്ക്. സൈഡ് ഡിഷായിട്ട് ചീരത്തോരനും പിന്നെ നല്ലൊരു മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ലഞ്ചാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം സോയാ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കപ്പ് ചെറിയ സോയാ ചങ്ക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് നല്ല നികക്കെ തിളച്ച വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് കുതിർക്കാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ കുതിർക്കാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സോയാ ചങ്ക്സ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. നന്നായി വെള്ളം ഒഴിച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. എല്ലാതും വഴിയെ പറയാം. ആദ്യം നമുക്ക് സോയാ ചങ്ക്സ് ഈ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റാം. നന്നായി വെള്ളം പോകുന്ന വിധത്തിൽ പിഴിഞ്ഞെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്രഷായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അളവുകളൊക്കെ കൃത്യമായിട്ട് സൈഡ് ക്യാപ്ഷനായിട്ടും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് 4 സവാള കൊത്തിയരിഞ്ഞതും പിന്നെ 12 ചെറിയുള്ളി ചതച്ചതും എരിവുള്ള ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ സവാള വഴറ്റുമ്പോൾ അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കലാണ് പതിവ്. അതിനിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് അടച്ചു വയ്ക്കാം. ഈ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വെന്ത് വന്നിരിപ്പുണ്ട്. ഈ സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഈ സവാള ഉള്ളിയൊക്കെ വഴന്നു വന്നു. 3 പ്രാവശ്യം ഇടയിൽ അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ വഴറ്റിയെടുത്തത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറിപ്പോകുന്നവരെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം വേണം സോയ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്ത സോയ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഈ സോയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നുമില്ല. ഈ ഉള്ളിയും തക്കാളിയുടെ മസാലയൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് സോയയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ സോയ നന്നായിട്ട് ഈ ഒരു സമയത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചെറിയ സ്പൂണിൽ 1/4 സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനീഗർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒട്ടും കൂടി പോകരുത്. ഈ വിനീഗറും ചേർത്ത് ഒരു 10 മിനിറ്റും കൂടെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ്, എരിവൊക്കെ നോക്കുക. അപ്പോൾ ഇതിലെല്ലാം കറക്റ്റാണ്. അപ്പോൾ 10 മിനിറ്റും കൂടെ വീണ്ടും റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കറി. അപ്പോൾ നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് മാറ്റം വരുത്തി ഈ സോയാ ചങ്ക്സ് ഉണ്ടാക്കാം. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു നോൺ വെജ് കറിയുടെ ടേസ്റ്റാണ്. സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുമ്പോൾ കറിവേപ്പിലയൊക്കെ വെച്ച് സെർവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കോവയ്ക്ക കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന കറിയാണ്. അതിന് ആദ്യമായിട്ട് 2 കഷ്ണം കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്.
ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പറയാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് മൂത്ത് വരുമ്പോൾ കുത്തിയരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മീൻ കറി വെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, സവാള കുത്തിയരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, കൂടെ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴന്നു വന്നു. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 10 കോവയ്ക്ക വളരെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് കുറച്ചും കൂടെ സൈസ് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയിട്ട് വേണം തേങ്ങ അരച്ചതൊക്കെ ഒഴിക്കാനായിട്ട്. നന്നായി വഴറ്റിയെടുത്തിട്ട് ചേർക്കുമ്പോഴേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അരപ്പ് കരിഞ്ഞു പോവും. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തിരുന്നു. ഇത് കോവയ്ക്ക് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ആ മിക്സി കഴുകി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അടച്ചു വെച്ച് കോവയ്ക്ക സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ ഏകദേശം 10 മിനിറ്റ് ഒക്കെ വേവിക്കേണ്ടി വരും. കോവയ്ക്ക നന്നായി വെന്തതിന് ശേഷം കുടംപുളി ചേർത്താൽ മതി, അല്ലെങ്കിൽ കോവയ്ക്ക വെന്ത് കിട്ടില്ല. ഇപ്പോൾ കോവയ്ക്ക നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയിൽ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ പുളി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഞാൻ കുറച്ച് കുടംപുളിയുടെ വെള്ളവും 2 കുടംപുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി നോക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അടച്ച് വെച്ച് വീണ്ടും 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പുളി ഉപ്പൊക്കെ നോക്കുമ്പോൾ പുളി കറക്റ്റാണ്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇനി പുളി കൂടുതൽ ചേർക്കണ്ട. ഇപ്പോൾ 5 മിനിറ്റ് കൂടെ തിളച്ചു. എണ്ണയൊക്കെ മുകളിൽ തെളിയാനായിട്ട് തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോഴാണ് വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി. അതുപോലെ ഈ കോവയ്ക്കയുടെ പീസിൽ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ കറി നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഈ കോവയ്ക്കയിൽ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ലഞ്ച് വിളമ്പാം. കുത്തരിച്ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി സോയ ചങ്ക്സ് റോസ്റ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കോവയ്ക്കക്കറി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ശരിക്കും മീൻ കറിയുടെ ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. അടുത്തത് ചീരത്തോരൻ. ചീരത്തോരൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അതുകൊണ്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. അടുത്തത് മാങ്ങ ചമ്മന്തിയാണ്. അടുത്തത് വിളമ്പുന്നത് കണ്ണിമാങ്ങ അച്ചാറാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി മുമ്പ് 1 മിനിറ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഈസ്റ്ററിന് നോയമ്പ് എടുക്കുന്നവർക്ക് വെജിറ്റേറിയൻ ഊണ് കഴിച്ച് കുറച്ച് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് ഈ ഊണ് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്